പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിന്റെ 4-ാം ദിവസമായ ഇന്ന് നമ്മുടെ മനനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള ലേഖന ഭാഗം റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നു, സത്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് ദൈവമായ കർത്താവ് നിത്യജീവൻ പ്രദാനം ചെയ്യും. സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ ദൈവകോപത്തിനും ക്രോധത്തിനും പാത്രമാകും. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, യഹൂദനും വിജാതീയനും, ക്ലേശവും ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. നിയമം ലഭിച്ചിട്ടുള്ള യഹൂദർ നിയമമനുസരിച്ച് വിധിക്കപ്പെടും. എന്നാൽ നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതീയർ അവരുടെ മനസ്സാക്ഷിയുടെ നിയമമനുസരിച്ച് വിധിക്കപ്പെടും. ദൈവം യേശുക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇതെല്ലാം വെളിവാകും. ദുഷ്ടത പ്രവർത്തിക്കാതെ സത്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് ദൈവിക നിയമങ്ങൾ അനുസരിച്ചും മനസ്സാക്ഷിയുടെ നിയമമനുസരിച്ചും ജീവിച്ചുകൊണ്ട് നിത്യജീവനും മഹത്വവും ബഹുമാനവും നിത്യമായ സമാധാനത്തിനും അർഹരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ ശിഷ്യത്വ പ്രബോധനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതാണ് ഈ തിരുവചന ഭാഗം. നമ്മുടെ പ്രാർത്ഥന എപ്രകാരം ആയിരിക്കരുതെന്നും പിന്നെ എപ്രകാരം ആയിരിക്കണമെന്നും ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നു. യേശു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കപടനാട്യക്കാരെ പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല. യേശു വീണ്ടും നമ്മോട് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. ഉച്ചത്തിൽ നിലവിളിച്ച് വാതോരാതെ അപേക്ഷിച്ചു കൊണ്ടിരുന്നാൽ തങ്ങളുടെ അപേക്ഷകൾ ദൈവം കേൾക്കുമെന്നാണ് പലരും കരുതുന്നത്. ഇത് വിജാതീയരുടെ രീതിയാണെന്നും ക്രിസ്തുശിഷ്യർ അവരെപ്പോലെ ആകരുതെന്നുമാണ് യേശുതമ്പുരാൻ പറയുന്നത്. കാരണം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നാം എപ്പോഴെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്നും ദൈവസന്നിധിയിൽ അതിഭാഷണം നടത്തുന്നവരാണോ എന്നും നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം മാത്രം കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി ദൈവ തിരുമുൻപിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്നും ഇവിടെ യേശുതമ്പുരാൻ നമ്മോട് പറയുന്നുണ്ട്. അവിടുന്ന് അരുളി ചെയ്യുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാനസിക പ്രാർത്ഥന അഥവാ ധ്യാനമാണ്. അതായത് നാം നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും എല്ലാം ഏകാഗ്രമാക്കി അന്തരാത്മാവിനുള്ളിലേക്ക് കടന്ന് മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ മൗനപ്രാർത്ഥന അഥവാ ധ്യാനം അഭ്യസിക്കണം. ഇത്തരുണത്തിൽ എന്താണ് ധ്യാനമെന്നും എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നും ധ്യാനത്തിൻ്റെ പ്രാധാന്യമെന്തെന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. ഇവാനിയൻ ധ്യാന രീതി അനുസരിച്ച് ആദ്യം തിരുവചനവും കർത്താവിൻ്റെ ദിവ്യ പ്രബോധനങ്ങളും ശ്രദ്ധാപൂർവം ശ്രവിച്ച് അർത്ഥം മനസ്സിലാക്കി ധ്യാന ചിന്തകൾ തയ്യാറാക്കി അവ കുറിച്ചു വയ്ക്കുകയും പഠിച്ചുറപ്പുവരുത്തുകയും ചെയ്യണം. അതിനുശേഷം നല്ല ആഗ്രഹത്തോടെ പ്രാർത്ഥനാപൂർവം കർത്താവിനോട് ആലോചിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മനനം ചെയ്യണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും ദൈവ തിരുഹിതത്തെക്കുറിച്ചും നമ്മുടെ വീഴ്ചകളെക്കുറിച്ചും എപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതം എന്നതിനെക്കുറിച്ചുമെല്ലാം
നമുക്ക് ശരിയായ ബോധ്യങ്ങൾ ലഭിക്കും. അവയുടെ വെളിച്ചത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും കർത്താവുമായി ആത്മസല്ലാപത്തിലേർപ്പെടുകയും അവിടുത്തെ ശ്രവിക്കുകയും ജീവിത പരിവർത്തനത്തിനും ആത്മീയ വളർച്ചയ്ക്കും വേണ്ട തീരുമാനങ്ങൾ എടുത്ത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഇതുവഴിയെല്ലാം ലഭിക്കുന്ന വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കണം. അപ്പോൾ ദൈവാത്മ പ്രേരിതമായ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരികയും ദൈവനിവേശിതമായ ഉൾക്കാഴ്ചകൾ ലഭിക്കുകയും ദൈവസാമീപ്യം അനുഭവപ്പെടുകയും അത് നമ്മെ ദൈവ സംസർഗത്തിലേക്കും അങ്ങുമായുള്ള സഹിത്വത്തിലേക്കും സഹവാസത്തിലേക്കുമൊക്കെ നയിക്കുകയും ചെയ്യും. ധ്യാനം മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമ്മെ ദൈവത്തോടടുപ്പിക്കുകയും പ്രാർത്ഥന സുഗമവും ആനന്ദപൂർണവുമാവുകയും കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്യും. ധ്യാനം അഥവാ മാനസിക പ്രാർത്ഥനയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നട്ടെല്ല്. എല്ലാവർക്കും ധ്യാനിക്കാൻ സാധിക്കുമെന്നാണ് ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. കാരണം പിതാവ് ചോദിക്കുന്നു, എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കാത്തവരുണ്ടോ? ചിന്തിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടവയെ സ്നേഹിക്കുകയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യും. യേശു തമ്പുരാനെയും അവിടുത്തെ ജീവിതത്തെയും പ്രബോധനങ്ങളെയും ധ്യാനിക്കുന്നത് നമ്മുടെ ഒരു പ്രധാന ജോലിയായിരിക്കണമെന്നാണ് മറിവാനിയോസ് പിതാവ് പറയുന്നത്. ധ്യാനത്തിൽ വളരുന്നതനുസരിച്ച് നമ്മുടെ ആരാധനാ ജീവിതവും മെച്ചപ്പെടും. ധ്യാനത്തിന്റെ 5 പ്രധാന ഫലങ്ങൾ പിതാവ് എടുത്തു കാട്ടുന്നു. ധ്യാനം പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടുന്നു. 2, ധ്യാനം ജീവിത സംസ്കരണത്തിലേക്ക് നയിക്കുന്നു. 3, ധ്യാനം ദൈവസമ്പാദനത്തിലേക്ക് നയിക്കുന്നു. 4, ധ്യാനം ദൈവസേവനത്തിലേക്ക് നയിക്കുന്നു. 5, ധ്യാനം സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നു. മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ നിരന്തരമായ വചനധ്യാനത്തിലൂടെ വചനം നമ്മിൽ മാംസം ധരിക്കണം. അനേകരിലേക്ക് വചന വെളിച്ചം പകർന്ന് ധ്യാനാത്മക ജീവിത പാതയിലേക്ക് വഴികാട്ടി നയിക്കണം. സന്യാസ ഭവനങ്ങളും സന്യസ്തരും മാത്രമല്ല, കുടുംബങ്ങളുടെ ഉള്ളറകളും കുടുംബസ്ഥരും ധ്യാന ചൈതന്യത്താൽ പരിപോഷിപ്പിക്കപ്പെടണം. ധ്യാനത്തിലൂടെ ദൈവദർശനം സിദ്ധിച്ചവർ മുനിയാകും. മുനിയുടെ മൗനത്തിന് സിംഹം ഗർജിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയും പ്രതിധ്വനിയുമുണ്ട്. സാത്താന്റെ കോട്ടകളെ അത് പ്രകമ്പനം കൊള്ളിച്ച് തകർക്കും. ഈ ലക്ഷ്യത്തോടെ നമുക്ക് മുന്നേറാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.